ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ ഹരിത നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല അടിപൊളി ഇറച്ചിച്ചോറാണ് കേട്ടോ. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. ആദ്യം 1 കിലോ കൈമ റൈസ് ഞാൻ ഒരു 20 മിനിറ്റ് നേരത്തേക്ക് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ 1 കിലോ ബീഫും ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, മല്ലിയില, പുതിനയില അതൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് ഇനി ആവശ്യം ബീഫ് നന്നായി കഴുകി മാറ്റിയിട്ട് അതിലേക്ക് പൊടികളായിട്ട് ഉപ്പ്, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, കുറച്ച് പെരിഞ്ചീരകപ്പൊടി, കുറച്ച് വിനാഗിരിയും കൂടിയിട്ട് നന്നായിട്ട് അതൊന്ന് കൈ കൊണ്ട് തിരുമ്മി വെക്കുക കേട്ടോ. എന്നിട്ട് അതൊരു 5-6 വിസിൽ നമുക്ക് നന്നായി ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതൊന്ന് വെന്ത് വരട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് ഒരു ചീഞ്ചട്ടി വയ്ക്കുക, കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും നമ്മൾ ആദ്യം തന്നെ വറുത്ത് കോരി മാറ്റിയിട്ടുണ്ട് കേട്ടോ. അത് നന്നായി ഒന്ന് ആയി വരുമ്പോൾ കുറച്ചും കൂടി നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് പട്ട സംഭവങ്ങളൊക്കെ ഇല്ലേ അതൊക്കെ നമ്മളൊന്ന് ഇട്ട് മസാല ഒന്ന് നന്നായി ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്കൊരു 4 ചെറിയ സബോളയാണ് കേട്ടോ. അത് നന്നായി ചെറുതായി അരിഞ്ഞിട്ട് നന്നായി വഴറ്റിയെടുക്കുക, ഉപ്പിട്ടിട്ട് വഴറ്റിയെടുക്കുക. പിന്നെ നമ്മൾ ഒരു 2 തക്കാളി മീഡിയം സൈസ് തന്നെ അതും ചെറുതായി ഒന്ന് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. നന്നായിട്ടൊന്ന് വഴണ്ടി വരുമ്പോൾ നമ്മളതിലേക്ക് നമ്മൾ മസാല ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് കളർ മാറണം കേട്ടോ. കളർ മാറി വരണ വരെ ഒന്ന് വഴറ്റിയെടുക്കുക. നമുക്കിനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ അരി ഒന്ന് ഊറ്റി മാറ്റി വെച്ചിട്ട് പിന്നെ വെള്ളം നമ്മൾ തിളയ്ക്കാനും വെച്ചിട്ടുണ്ട് കേട്ടോ. വേവിക്കാനുള്ള വെള്ളമാണ്. നമ്മൾ ബീഫും റെഡി ആയിട്ടുണ്ട്. ഇനി ഈ മസാല നമ്മൾ പൊടികൾ ചേർക്കാം. മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, അതുപോലെ പെരിഞ്ചീരകപ്പൊടിയൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. പിന്നെ നമ്മൾ വലിയൊരു പാത്രത്തേക്ക് നമ്മൾ മസാലയും ബീഫും കൂടിയിട്ട് മാറ്റുന്നുണ്ട് കേട്ടോ. അത് നന്നായിട്ടൊന്ന് തിളയ്ക്കാൻ വിടുക. പിന്നെ നന്നായി തിളച്ച് വരുമ്പോൾ നമ്മുടെ വെള്ളം തിളപ്പിച്ച് വെച്ചാൽ അതും നമ്മൾ ഇതിലേക്ക് ഒഴിക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് നാരങ്ങ നീര് ഒഴിച്ചിട്ട് നമ്മുടെ അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അരി നമ്മൾ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. കുറച്ച് നാരങ്ങ നീര് ഒഴിക്കുക, ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ പാകത്തിന്. അങ്ങനെ നമ്മുടെ അരി നന്നായിട്ട് വെന്ത് വരുമ്പോൾ നമ്മൾ നമ്മുടെ അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങയൊക്കെ മുകളിലിടുക. മല്ലിയില, പുതിനയിലൊക്കെ ഇട്ട് കൊടുക്കുക. കുറച്ച് നെയ്യ് മുകളിലിട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഇറച്ചിച്ചോറ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ബൈ.